അടടാ മഴടാ അടാ മഴടാ അഴകാ സിരിച്ചാൽ കുയിൽ മഴടാ ഹലോ 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 എന്താ എന്ത് വൃത്തികേടായി കാണിക്കണേ? എന്താ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? വൃത്തികേടോ? അടിച്ച് നനച്ച് കുളിച്ച് വസ്ത്രം കഴിയുന്ന വൃത്തികേടാന്ന്. അല്ല അത് വൃത്തികേടല്ല, പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ വൃത്തികേടാ. ഇത് ഞാൻ പിന്നെ ഈ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഞാനിങ്ങനെ കയറി വന്നു ഇവിടെ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ തുണിയെ കഴിയുന്ന ഇവിടെ തങ്ങാന്ന് വിചാരിച്ചു. അത് ശരി, ഇവിടെ തങ്ങാനത് ദുരിതാശ്വാസ ക്യാമ്പാണോ? ആ അങ്ങനല്ലേ ഇപ്പം എല്ലാം നിങ്ങളെല്ലാം വന്ന് അതുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് വന്നിരിക്കാൻ പിന്നെ എനിക്കും വന്നില്ല ഇവിടെ മഴയായിട്ട്. ഞങ്ങളിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്? ഞാനും ഗസ്റ്റാണ്. എൻ്റെ വീടും കുടുംബമൊന്നും അല്ല ഇത്. അപ്പോൾ ഞാനും ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ? അപ്പോൾ ഞാനും ഗസ്റ്റാണ്. ഇവിടെ ഗസ്റ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ, ഗസ്റ്റുകൾ വരുമ്പോൾ പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അതിനൊരു എൻട്രി മ്യൂസിക് ഒക്കെ ഉണ്ടാവും. വെള്ളം കയറി എൻ്റെ വീടും മുങ്ങി എൻ്റെ മക്കളെയും കാണാൻ എൻ്റെ ഭാര്യയോട് ഞാൻ പാട്ടും കൂത്തും കാണിക്കാൻ കൊള്ളാം. എന്നാ പിന്നെ താൻ വീട്ടിലോട്ട് പോകും. ആ വീട്ടിൽ പോകുന്നില്ല. അതെന്താ? വീട് വാടകയ്ക്ക് കൊടുത്തേക്കാം. അത് കൊള്ളാലോ, വീട് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. പുള്ളി പറഞ്ഞു കേട്ടോ, വീട് വാടകയ്ക്ക് കൊടുത്തേക്കാന്ന്. വെള്ളം മുങ്ങി കയറുന്നല്ലേ ആദ്യം പറഞ്ഞേ? അതെ, വെള്ളം മുങ്ങി കിടക്കുന്ന ഞാൻ വെള്ളം മുങ്ങി കിടക്കുന്ന വീടാണ് വാടകയ്ക്ക് കൊടുത്തത്. വെള്ളം കയറി കിടക്കുന്ന വീട് എങ്ങനെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്? കൊടുത്തെന്ന് ആർക്ക്? ഒരു സായിപ്പിന് മതാമയ്ക്ക് ഞാൻ ഹൗസ് ബോട്ടാണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ വാഴ ഒഴുകും, ഒരു സൈഡിൽ തെങ്ങ് ഒഴുകുന്നു. അപ്പോൾ അവർ വിചാരിക്കും ഇതിങ്ങനെ സഞ്ചരിക്കുന്ന ബോട്ടാണെന്ന് വിചാരിക്കും. അങ്ങനെ അവർ ഹൗസ് ബോട്ടായിട്ട് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ഹലോ ഹലോ, അതുകൊണ്ടൊരു കാര്യം പറയാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നിങ്ങൾ വല്ല ദുരിതാശ്വാസ ക്യാമ്പിലേക്കും പോകണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാലും ശൂനാട് ഹൈസ്കൂളിലായിരുന്നു ഞങ്ങളെല്ലാം നിന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് മാത്രം കൂടി ചെല്ലരുത്, ബാക്കിയുള്ളവരെല്ലാം അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. അയ്യോ, എന്താ അങ്ങനെ പറഞ്ഞു? എൻ്റെ അടുത്ത് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ അല്ല, ഞാൻ ഭാര്യയും മക്കളും ഒക്കെ അവിടെയാണ്. എന്നോട് മാത്രം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അത് മോശമായി പോയില്ല. അങ്ങനെ അത് കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടാ. സുന്ദരമായിരുന്നു, നല്ല രസമായിരുന്നു. ഒരു സങ്കടം ഒന്നും ആരെയും ഞാൻ അറിയിച്ചില്ലായിരുന്നു. ഞാനായിരുന്നു എൻ്റെ മെയിൻ, മനസ്സിലായോ? അങ്ങനെ നിന്നപ്പം ഞാൻ എൻ്റെ എല്ലാ ദിവസവും വൈകിട്ട് എൻ്റെ കവിതയൊക്കെ ഉണ്ടായിരുന്നു. ഓ, അപ്പോൾ ഒരു ദുരിതാശ്വാസത്തിൽ രണ്ട് ദുരിതം. ഒരു ക്യാമ്പിൽ രണ്ട് ദുരിതങ്ങൾ. ഞാൻ പറഞ്ഞു വിശേഷം കേൾക്കണ്ട. നിങ്ങൾ എന്നെ കളിയാക്കാനല്ലേ? കളിയാക്കൂ. ഇല്ല, കളിയാക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു. അത് നല്ല കാര്യം. എല്ലാ ദിവസവും വൈകിട്ട് എല്ലാവർക്കും കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വരണ്ട, നീ പോയിക്കൊള്ളാം. അയ്യോ, അത് വളരെ മോശമായി പോയല്ലോ. കഞ്ഞി വെച്ച് കൊടുക്കുന്ന നല്ല കാര്യമല്ലേ ഇത്? പിന്നെ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആളെ പറഞ്ഞു വിടാന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ക്ലാസ്സിൽ കിടക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ തട്ടി കീറിയാണ് ഞാൻ കഞ്ഞി വെച്ചത്. എല്ലാ ക്ലാസ്സിലും ബെഞ്ചും ഡെസ്കും, ഒരു 30% ക്ലാസ്സിലും ഞാൻ ബെഞ്ചും ഡെസ്കും തീർത്തി തീർത്തു. അപ്പൊ തന്റെ അച്ഛൻ എവിടെ ആയിരുന്നു? അപ്പം അച്ഛൻ മരിച്ചുപോയി. മരിച്ചുപോയോ? ക്യാമ്പിൽ അച്ഛൻ മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കൈയും കാലും ഇട്ട് അടിച്ച് കണ്ണെന്ന് തള്ളി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. അല്ല, മരിക്കുന്നത് വരെ എന്ത് ചെയ്യായിരുന്നു? മരിക്കുന്നത് വരെ എന്ത് ചെയ്യായിരുന്നു? ജീവിച്ചിരിക്കുമായിരുന്നു. എന്തൊരു മറുപടിയൊക്കെ. ഞാൻ മരിച്ചത്. അച്ഛൻ മാത്രമേ വെള്ളത്തിൽ വീണുള്ളൂ? ഞാൻ വീണായിരുന്നു വെള്ളത്തിൽ. എന്നിട്ട് ഞാൻ വെള്ളത്തിൽ, അതല്ലേ രസം. പൊന്നോ, ഞാൻ വെള്ളത്തിൽ വീണ ഞാൻ മുങ്ങിത്താന്ന് പോവാണ്. ഞാനിങ്ങനെ ഒഴുകി പോയപ്പോൾ എന്നെ ആരുമില്ല രക്ഷിക്കാൻ. വിലപിടിപ്പുള്ള ഒരുപാട് സാധനം ഇങ്ങനെ ഒഴുകി വരുക. എൻ്റെ കയ്യെത്താ ദൂരത്ത് ഒഴുകുക. ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാനതൊന്നും തൊട്ടില്ല. ഞാൻ ഇങ്ങനെ നോക്കി ഇന്ന് പോലും നൈറ്റ് ഒഴുകി വരുന്നു. ഞാൻ അതും അത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കാതെ ഈ നൈറ്റ് എന്തിനാണ് എടുത്തത്? നൈറ്റി എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. നൈറ്റി ഇട്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ കരയ്ക്ക് നിൽക്കുക. 1000 കൈയായിരുന്നു എന്നെ രക്ഷിക്കാൻ, പെണ്ണാന്നും പറഞ്ഞ്. അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. എന്ത് ഇവിടെ ഷൂട്ട് നടക്കുകയാണ്, ഒന്ന് മാറണം. ഷൂട്ട് നടക്കുകയാണ്. ഇവിടെ ആക്ഷനും കട്ടും പറയുന്നത് കേട്ടില്ലേ? ആക്ഷനും കട്ടും പറയുന്നത് കേട്ടില്ലായിരുന്നു? ഞാൻ കേട്ടായിരുന്നു. ഞാൻ വിചാരിച്ച ആക്ഷൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് വേണ്ടി ഈ ദുരിതാശ്വാസത്തിന് വേണ്ടി കളക്ടർ ആക്ഷൻ എടുക്കും പറഞ്ഞ് മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്തു പോവാന്നാ ഞാൻ വിചാരിച്ചത്. ഇവിടുത്തെ ആവശ്യത്തിന് പറഞ്ഞു. ഇവിടുത്തെ ആവശ്യമായിരുന്നു. ആണോ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ പറ്റത്തില്ലേ? വെള്ളം ഇറങ്ങി. നിങ്ങൾ തിരിച്ചു പോകണം. വെള്ളം ഇറങ്ങി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? റേഡിയോ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയും. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് ആർക്കാ പറയാൻ പറ്റാത്തത്? അങ്ങനെ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും പറഞ്ഞത്. പിന്നെ പറയാം, കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ മുട്ടിയാണ് കിടക്കുന്നത്. അവിടെ ഒറ്റപ്പെട്ടൊരു സ്ഥലവും ഞാൻ കണ്ടില്ല. അവിടെ മഴ പെയ്യും. പിന്നെ പറയാം, ആകാശം മുഴുവൻ മേഘാവൃതമായിരിക്കുന്നു. ആകാശത്ത് മേഘാവൃതമല്ല, പിന്നെ പുഷ്പാവൃതമാകുമോ? ഇല്ലല്ലോ. പിന്നെ ഉമാര് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്
നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യം പറ. അങ്ങനെ ഞാൻ ഒന്ന് എന്ത് പറഞ്ഞാലും ഒക്കത്തില്ല, താങ്കൾ ഇവിടുന്ന് പോയേ പറ്റൂ. ആണോ? ഓരോ മിനിറ്റിനും ഭയങ്കര വിലയുള്ളതാണ്. കാരണം ഇവിടെ സ്റ്റാറുകളൊക്കെ വരുന്നതാണ്. നിങ്ങൾ പോകണം, ഷൂട്ടിംഗ് നടക്കണം. ആണോ? അതെ അതെ. ഞാൻ എൻ്റെ ഇനി ഈ കൈരി എടുത്തോണ്ട് പോകാനൊക്കെ ഞാൻ മാന്യമായിട്ട് നടക്കുന്ന ഒരാളാണ്. എൻ്റെ മുണ്ടൊന്നും ഉണങ്ങിയായിരുന്നു ഞാനങ്ങ് പോകായിരുന്നു. നനച്ചിട്ട് പോയില്ലേ? ഒരു കാര്യം ചെയ്യൂ, അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണത്? ഈ മുണ്ടൊന്നും ഉണങ്ങാനേ എന്ത് ചെയ്യണം ഞങ്ങള്? ഈ ഇവിടെ കെട്ടാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഒന്ന് പിടിച്ച് നിൽക്കുക, ഒന്ന് കടിച്ച് പിടിച്ചൊന്ന് നിൽക്കാവോ? ഞാൻ മുണ്ടിട്ടൊന്ന് ഉണക്കിയിട്ടങ്ങ് മനുഷ്യ കളിയാക്കാൻ വന്നു വേഷം കെട്ട് കൊടുക്കും. നമ്മളെന്നെ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കാനാ? ഈ മുണ്ടൊന്നും ഉണങ്ങാൻ ഞങ്ങൾക്ക് പറ്റൊന്നുമില്ല. അണ്ണാ വന്നണ്ണ ഇവിടെ അത് പുറത്തു കൊണ്ടുപോയി വിരിക്കണം. അല്ല, ഞാൻ വീട്ടിൽ ഉണക്കിട്ട് ഞാൻ ഇപ്പം പോയി. ഇപ്പം ഈ മറ്റേ മഴയല്ലേ ഇവിടെ ആകുമ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ചൂടായിട്ട് പെട്ടെന്ന് ഉണങ്ങി. എന്ത് കഷ്ടമാണ്. വേണമെന്ന് ഒന്ന് പിടിയണ്ണ പോകണം. അവർക്ക് ഇവിടെ ഷൂട്ടിംഗ് ഉള്ളത്, അതുകൊണ്ടാണ് പിടിച്ച് ഒന്ന് വലിച്ച് പിടിച്ച് വലിച്ച് പിടിച്ചാൽ മതി. വലിച്ച് പിടിച്ചോണം, വലിച്ച് പിടിയണ്ണ, വലിച്ച് പിടിച്ചാൽ ഉണങ്ങണ്ടേ ഇത്? ഞാൻ വലിച്ച് പിടിച്ചു. ഒറ്റ മുണ്ടേ ഉള്ളായിരുന്നു എനിക്ക്, അത് വലിച്ചു കയറി വെച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ട് ഇപ്പൊ ഡബിൾ മുണ്ടായില്ലേ? ഡബിൾ മുണ്ടായി നിങ്ങൾ അടുത്ത് നടക്കുന്ന മനുഷ്യന് മുന്നിൽ അണ്ണൻ മുണ്ടയാണ്. അണ്ണൻ്റെ മുണ്ട് ഇല്ല, അണ്ണൻ മുണ്ട അല്ലേ പറഞ്ഞത്. എനിക്ക് മുണ്ട് തന്നെ വെക്കത്തുള്ളൂ, ഒരു ആരും നടക്കത്തില്ല. എൻ്റെ മുണ്ട് കീറി എനിക്ക് മുണ്ട് തന്നേ പറ്റത്തുള്ളൂ. എൻ്റെ മുണ്ട് ആ മുണ്ട് എനിക്ക് വേണ്ട, ആ മുണ്ട് എനിക്ക് വേണ്ട. ഈ മുണ്ട് എനിക്ക് മുണ്ടാണ് മുണ്ട് മുണ്ട താക്കൽ അല്ലേ മുണ്ട മുണ്ട് തരാനാ പറഞ്ഞേ. മുണ്ട് തരാൻ ഞാൻ പോകത്തില്ല. മുണ്ടില്ലാതെ ഞാൻ പോകത്തില്ല. നിങ്ങളുടെ ഉടക്കം ബഹളമൊക്കെ ഇതിന് പുറത്ത്. മുണ്ട് മുണ്ട് ഞാൻ കയറി ഞാൻ മുണ്ട് എടുത്തോളാം ഞാൻ മുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അങ്ങനെ എടുക്കും. ഞാനിവിടെ ഉണ്ട്. മുണ്ടും കൊണ്ട് ഞാൻ പോവും. നിന്റെ മുണ്ട് ഞാൻ പൊക്കും.